അല്ല. പിന്നെ EH. Mira, are you sleeping? Sorry, sir. ഞാൻ ഉറങ്ങില്ല, sir. Come on, let's go back. Sublimation, that is the conscious control, rationalization through which Mira. ഇതാ വേഷം. എടി കഴിഞ്ഞ സിനിമയ്ക്ക് പോണ്ടേ? മറന്നോ? ഇല്ല, മറന്നില്ല. വേണ്ട. എന്ത് വേണ്ട? സിനിമ. ചവിട്ട് ഞാൻ അവിടെ 100 പണികൾ ഇട്ടെറിഞ്ഞിട്ടാ ഓടി പോന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോ ഒരു പിള്ളകളി. അങ്ങനെ വിടാ ഞാൻ തീരുമാനിച്ചു. നിന്നെ ഞാൻ തിയേറ്ററിലേക്ക് തിന്നാൻ. അയ്യോ ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കാണാൻ കൊള്ളൂല. കാണാൻ കൊള്ളൂലേ? കൊള്ളൂല. ഇപ്പൊ സിറ്റിയിൽ ഓടുന്ന ഒറ്റ പടവും കാണാൻ കൊള്ളൂല. ഇവറ്റയൊക്കെ പിന്നെ എന്തിനാ മണപ്പിക്കാനാ കൊള്ളുക? ആര് പറഞ്ഞു നിന്നോട് വിശുദ്ധ സത്യം? ആര് പറഞ്ഞു? കരുണ. ഓ, അവളാ തീരുമാനിക്ക? അവൾ എല്ലാ സിനിമയും കാണും. അവള് പറഞ്ഞു ഇപ്പൊ ഓടുന്ന ഒറ്റ പടവും സകുടുംബവും കാണാൻ കൊള്ളൂല, ഒറ്റയ്ക്കും കാണാൻ കൊള്ളൂല. പിന്നെ ചേട്ടൻ ഇത് എവിടുത്തെ മണക്കൂസ്? രാവിലെ ഞാനൊരു തമാശക്ക് പറഞ്ഞത് കേറി സീരിയസ് ആയിട്ട് എടുത്തോ? ആടി ഇവിടെ തോന്നുമ്പോ തീരുമാനങ്ങൾ മാറ്റി. നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തിത്തരാം. സിനിമ കൊള്ളൂല്ലെങ്കിൽ ബീച്ചില് എവിടെയെങ്കിലും നിന്നെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിടും. വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തോ. എങ്കിലൊന്ന് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എവിടെ പോണോന്ന് ഇപ്പൊ തീരുമാനിക്കണ്ട. ലാത്തിയൊക്കെ പിന്നെ ആദ്യം നീ ഇറങ്ങാൻ റെഡിയായിക്കോ. ശരി, അണ്ണം പോയെന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളണം. ആ നേരം കൊണ്ട് അറിയാമല്ലോ, 2 വട്ടം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞതാണ് പുള്ളിക്കാരിക്ക്. മഹാറാണിയോട് പറ എളുപ്പം എണീറ്റോളാം. എണീറ്റ് കഴിഞ്ഞു. കാലത്ത് അടുക്കളയിൽ വന്ന് കാപ്പി വാങ്ങിച്ചു കുടിക്കായിരുന്നു. ഇന്നെന്താ അങ്ങനെ? ആരാ നിര്യാതനായത്? ആരാ? ഊട്ടുപുര പറമ്പിൽ ഈശോ മിശിഹ ലോന അന്തോണി. വട്ടു തന്നെ. യെസ്, അതെ, ബാലുവാണ്. ജോലിയുടെ തിരക്കിലിരിക്കുക. അതെ, ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പറ്റിയില്ല, അത് തന്നെ. രാത്രിയാവും, ഒരു 7:30-8. ഓ ശരി, മനസ്സിലായി. അല്ല, അതൊക്കെ നമുക്ക് ഇന്ന് കാണുമ്പോൾ സംസാരിക്കാം. പോരെ? അച്ഛനിപ്പോ എവിടെ നിന്ന് സംസാരിക്കുന്നത്? എവിടുത്തെ പെമ്പിളികൾ ബുദ്ധിന്ന്?
ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ശരി. ആ മൂത്ത പെണ്ണിന്റെ അസുഖം കൂടിക്കൂടി വരിക എന്നല്ലാതെ ഒരു കുറവും കാണുന്നില്ല. ഇനി എത്ര നാള് കിടക്കണമെന്ന് ചോദിച്ചാ ആശുപത്രിക്കാർ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അവിടെ അമ്മയ്ക്കും വയ്യ. നിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്. അതുകൊണ്ടാകുന്ന ആയാ മതി. ഇത് തന്നെ അച്ഛനെ ഓർത്തിട്ടല്ല, വയ്യാതെ നടക്കുന്ന ആ കുട്ടിയെ ഓർത്തിട്ടാ. അവളും എന്റെ അനിയത്തിയായി പോയില്ലേ. ഞാൻ പോട്ടെ. എനിക്കെന്റെ ദൈന്യത പറയാൻ നീയേ ഉള്ളൂ. അതിപ്പോഴല്ല ഓർക്കേണ്ടത്. 5 വയസ്സുള്ളൊരു കുട്ടിയുടെ പുറത്ത് 1 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ ഭാരം വെച്ച് കൊടുത്തിട്ട് 2ാം കല്യാണം നടത്താൻ മുമ്പ് ആലോചിക്കണമായിരുന്നു. അന്ന് ആ പിള്ളേർക്ക് അവരുടെ ദൈന്യത പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയാൾ മുറ്റാത്ത ചിറകും വെച്ച് പറന്നൊരു കരയെടുത്തപ്പോ വിഷമം പറയാൻ എന്റെ അച്ഛൻ. അച്ഛൻ വെച്ചോളത്. എങ്കിൽ ഞാൻ ചെല്ലട്ടെ. മീരെ ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. വളരെ ബുദ്ധിമുട്ടി മിച്ചം പിടിക്കുന്ന പൈസയാ. വഴി ബ്രാൻഡ് ഷാപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ല ഇല്ല, ഇത് അതിനൊന്നും കിട്ടില്ല. ഞാൻ പറയുന്നത് അതല്ല. അയാൾ അവരെയെങ്കിലും നേരെ നോക്കണമായിരുന്നു. ഇത് അതുമില്ല. ഓരോരുത്തർക്ക് ഓരോ ഫേറ്റ്. ഇത് ഫേറ്റ് ഒന്നും അല്ലടി, ചോദിക്കാൻ ആളില്ലാതെ വന്നതുകൊണ്ടാ. ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ പിന്നെ ആര് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കാര്യത്തിൽ നന്ദി പറയണം. മൂപ്പരുടെ കുടി കണ്ട് വെറുത്തിട്ടാവണം. അല്ലെങ്കിൽ ചിലപ്പോ ഞാനായിരുന്നേനെ നല്ലൊരു കുടിയനാവുക. അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛന്റെ ചുമതലയില്ലായ്മ കണ്ടിട്ടാവും ചേട്ടൻ ഇത്ര വലിയ റെസ്പോൺസിബിൾ ആയത്. ആയിരിക്കും ഒരു പക്ഷെ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ സാറിന് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അതിന് മുഴുവൻ കാരണക്കാരൻ അച്ഛനായിരിക്കും. അവളൊരു അച്ഛന്റെ കുട്ടി. ഞായറാഴ്ച നല്ല ദിവസവുമായിട്ട് രാവിലെ ഒരു വിഷയം കിട്ടിയത്. പോടി അവിടുന്ന്. അറിഞ്ഞു കാണുമല്ലോ, അമ്മ മരിച്ചു. ഡേ, കണ്ണു തുറച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ തുറച്ചു കളയും. ഒരു കാർഡ് ഇട്ടൂടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ചരമക്കാർഡ് അടിച്ചതിലെ ഒന്നെങ്കിലും ആവാമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നില്ല, മാപ്പ്. ഞാൻ ദിവസവും പത്രം നോക്കുക, പോസ്റ്റ്മാനെ കാക്കുക. എവിടെ? ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് ക്ഷമിച്ചേക്കണം. മരണ വീട്ടിലെ ടെൻഷനും ബോറും കാരണം ഒന്നും നടന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണുമെന്നും കരുതി. എനിക്ക് ജോത്സ്യമില്ല. ഓർത്തില്ല? ഓർക്കണ്ട, ഒന്നും ഓർക്കണ്ട, ആരും ഓർക്കണ്ട. അവർ കൺട്രോളൻസ് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. വിവരം അറിഞ്ഞിട്ട് പോവുകയായിരുന്നു. അതെ. ദാറ്റ് യുവർ മദർ ഈസ് നോ മോർ? അല്ല, സീരിയസ് ആണെന്നേ അവർ അറിയിച്ചിരുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി മരിച്ചതിന് ശേഷമാണ് ടെലിഗ്രാം അടിച്ചത്. ഷോക്ക്. മീര ഇപ്പോഴാണോ അറിഞ്ഞത്? ദാറ്റ് വാസ് ടു മച്ച്. അതിനെങ്കിലും അറിയിക്കണമായിരുന്നു. എന്തായിരുന്നു പെട്ടെന്ന്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. തർജ്ജമ ചെയ്ത് വരുമ്പോ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തന്നെ. ഞാൻ ധരിച്ചത് ഈ ന്യൂസ് കേട്ടിട്ട് മീര ഉള്ളിൽ സന്തോഷിക്കുമെന്നായിരുന്നു. ഭാവിയിൽ ഒരു അമ്മായിയമ്മ പോരിന്റെ സ്വല്ലം ഒഴിവാകുകയാണല്ലോ.
ഒരു പെണ്ണിന് സന്തോഷിക്കാനുള്ള സ്കോപ്പൊക്കെ അതിലുണ്ട്. അറിയില്ല എന്നെ. അമ്മയെ കണ്ടിട്ടില്ലാത്ത ഞാൻ ആ അമ്മയിൽ ഒരമ്മയെ കാണാനിരിക്കുകയായിരുന്നു. നേരായിട്ട് കൊതിയായിരുന്നു. സോറി സോറി സോറി. നേരായിട്ടും സോറി. അന്നത്തെ പോലെ ചൂടില്ല. ചൂട് കുറഞ്ഞെന്ന് മാത്രമല്ല, അസുഖവും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാൽ ഇത്തിരി നല്ല ഓറഞ്ചും ലേശം നല്ല ചായയും വാങ്ങി. എനിക്കാണെങ്കിൽ ചായ വാങ്ങണ്ട. അല്ല, ഞാൻ ഇപ്പൊ വരാം. ഭേദമാവും കേട്ടോ. ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല, വെറുതെ കള്ളദീനവാ. ചുമ്മാ ആറഞ്ചും മുട്ട അടിച്ചു കിടക്കാൻ അല്ലടാ.